ഒരു നാട്ടിന്റെ ഭരണാധികാരിയെക്കുറിച്ച് നുസൈരി ഷീഇ ആയ ഒരു കാഫറാണ് അയാൾ. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അയാളെക്കുറിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരു TV പരിപാടിയിൽ, ചോദ്യോത്തര പരിപാടിയിൽ പേരെടുത്ത് പറഞ്ഞ് ചോദ്യകർത്താവ് ചോദിക്കാം, എന്ത് ഇന്ന് ഭരണാധികാരിയുടെ പേരെടുത്ത് പറഞ്ഞു ഇയാൾ കാഫറാണ് ചോദിക്കാം. സുബ്ഹാനല്ലാഹ്, അയാൾ കാഫറാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന് കീഴിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. രാഷ്ട്രീയമായ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫത്വക്ക് പിന്നാലെ സംഭവിച്ചേക്കാം. അദ്ദേഹത്തോട് ആ ചോദ്യം ഈ രൂപത്തിൽ ലൈവിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉലമ പണ്ഡിതന്മാർ തക്ഫീർ നടത്തുക ഇത് അഹ്തിജയിലേ, അതിനാവശ്യം വന്നാണ് ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഷെയ്ഖ് മറുപടി അവസാനിപ്പിക്കും. അയാൾ കാഫറാണ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഞാൻ എന്തിനാണ് ഇത് തെളിവായി പറഞ്ഞത്? അഥവാ ഈ പ്രഖ്യാപനം എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യില്ല, ഫലം ഉണ്ടാക്കിയില്ല, ഷർറായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാവും. ഖൈറുകൾ പലതും ചിലപ്പോൾ മുടങ്ങിപ്പോകും. അതിന് അർത്ഥം പറഞ്ഞ ഒന്നും മിണ്ടില്ല, അതിന്റെ അർത്ഥം അയാൾ മുഅ്മിനാണ് എന്നല്ല, തക്ഫീർ ചെയ്യാത്ത ആൾ മുഅ്മിനാണെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. അതിനാളെ പറ്റി എന്ത് പറയണം, മറ്റാളെ പറ്റി ഇയാളെ പറ്റി നമ്മൾ എന്ത് പറയണം. പലപ്പോഴും സഹോദരങ്ങളെ ഇന്നാൾ പേരെടുത്ത് നീ കാഫറാക്കിയോ ഇല്ലേ, ഇത് പരലോകത്ത് റബ്ബിനോട് ചോദിക്കാത്ത കാര്യമാണ്. നീ ആരെയൊക്കെ കാഫറാക്കി, ഇന്നാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നീ അവൻ കാഫറാണെന്ന് പ്രഖ്യാപിച്ചോ, നീ അവൻ കാഫറാണെന്ന് വിശ്വസിച്ചു, അല്ലാഹു നിന്നോട് ചോദിക്കാത്ത കാര്യമാണ്. കാരണം നിനക്ക് അയാളുടെ ഹഖീഖത്തുൽ ഹാൽ, അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതിരുന്നേക്കാം. നീ വേണ്ടാത്തത് പറഞ്ഞാലാണ് നീ പരലോകത്ത് പിടിക്കപ്പെടുക. കാരണം നീ പറഞ്ഞ വാക്കിന്റെ പേരിൽ നീ ഉത്തരവാദിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദീനിൽ ബാധിക്കാത്തൊരു കാര്യം അതാണ് പലപ്പോഴും തയ്യം ചെയ്ത് വ്യക്തിപരമായി ഇന്ന ആളുകൾ കാഫറാക്കുന്ന കാര്യം പലപ്പോഴും നമ്മുടെ ദീനിനെ ബാധിക്കാത്ത കാര്യമാണ്. അത് നമ്മൾ അതിന്റെ പാട്ടിൽ വിട്ടേക്കുക. ശരിയാണ്, നമുക്ക് ഒരാളെ കുറിച്ച് അറിയാം, അല്ലാഹു അല്ലാഹു വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഖുർആൻ അറിയാം, അതിന്റെ അർത്ഥം അറിയാം, കിതാബൊക്കെ ഓതിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരാളറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളുമായി നിലപാട് സ്വീകരിക്കാം. അയാൾ പിന്നെ നിസ്കരിക്കേണ്ടതില്ല, അയാൾ അർത്ഥം തിന്നേണ്ടതില്ല, അയാളോട് സലാം പറയേണ്ടതില്ല, മടക്കേണ്ടതില്ല. നീ അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒരു കുഴപ്പമില്ല. കാരണം നീ അറിഞ്ഞ കാര്യത്തിന്റെ പേരിലാണ് ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നീ റോട്ടിലിറങ്ങി കാഫറാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന്റെ പേര് മാധ്യമല്ല. അതേസമയം അറിഞ്ഞതിനനുസരിച്ച് നീ നിലപാട് സ്വീകരിച്ചാൽ യാതൊരു കുറ്റവുമില്ല, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അങ്ങനെ വ്യക്തമായി ബോധ്യമായവന്റെ പിന്നിൽ പോയി സ്വീകരിക്കരുത്.